അസ്സലാമലൈക്കും. കണ്ണൂർ ഗ്രാൻഡ്മ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സേമിയ പായസം ഉണ്ടാക്കാത്തവരും കുടിക്കാത്തവരും തന്നെ ആരും തന്നെ ഉണ്ടാവില്ല. പക്ഷെ ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കുന്നത് വേറൊരു രീതിയിലാണ്. പിന്നെ കാരമലൊക്കെ ചെയ്തിട്ട് ആണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെയാണ്. എന്നാൽ പിന്നെ നമുക്കതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. ഞാനിവിടെ ഒരു അടികട്ടിയുള്ള പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ഒഴിച്ച് 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കാരമൽസ് ചെയ്തെടുക്കാം. കാരമലായിട്ടുണ്ട്. ഇതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കുക. ഇതൊരു 30 ഗ്രാം ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് ബട്ടർ ഇല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ഗീ ചേർത്ത് കൊടുത്താൽ മതി. ബട്ടർ മെൽട്ടാകുന്നവരെ നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് 1/4 കപ്പ് കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കുക. അതും നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. കണ്ടൻസ് മിൽക്ക് ഇല്ലെങ്കിൽ 1/4 കപ്പും കൂടി പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. അത് പാല് തിളപ്പിച്ചതിന് ശേഷം അതിലിട്ട് കൊടുത്താൽ മതി. അത് നല്ലപോലെ യോജിപ്പിച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ലിറ്റർ പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പാല് ഫുൾ ഫ്ലെയിമിൽ തിളപ്പിച്ചെടുക്കുക. തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് റോസ്റ്റഡ് സേമിയ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് റോസ്റ്റഡ് സേമിയ അല്ലെങ്കിൽ അത് കുറച്ച് ഗീയിൽ വറുത്തെടുത്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ സേമിയ 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുക. പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്കായ് പൗഡർ ചേർത്ത് കൊടുക്കാം. മധുരം ബാലൻസ് ചെയ്യാൻ ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ചേർത്ത് കൊടുക്കാം. കാരമൽ സേമിയ പായസം റെഡി ആയിട്ടുണ്ട്. എന്തായാലും ഇതൊന്ന് ഒരു പ്രാവശ്യമെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെൽ ബട്ടണും കൂടി ഒന്ന് അമർത്തുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.